എമ്മാതിരി സെറ്റത്ര അയാൾ ചെയ്തത്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് തെളിവോടുകൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ കാണും. നമ്മൾ ഹിന്ദുക്കൾക്ക് കൊടുക്കും. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ വൈദികൻ പിടിയിൽ. മുഹമ്മദ് അൻഷാദ്, മുഹമ്മദ് റാസിഖ് എന്നിവരാണ് പിടിയിലായത്. മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ച് പെൺകുട്ടികളെയും സ്ത്രീകളെയും കടന്നുപിടിച്ച് രക്ഷപ്പെടുന്നവരാണ് ഇരുവരും. 500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്. നമ്മുടെ ഈശ്വറിന് ശേഷം നമ്മള് ത്രികോണം നോക്കുകയും ചെയ്തല്ലേ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ അതിന്റെ ഒരു സങ്കടത്തിലാണ്. കുറെ പേര് പറയുന്നുണ്ട് ത്രികോണമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാണോ ഈസ്റ്റർ? ഇജതി കോമഡി സാധനം. ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിനോടനുബന്ധിച്ച് എല്ലാ പള്ളിയിലും കാണിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതിപ്പോ കോമഡി ആയി കഴിഞ്ഞു. ഞങ്ങളുടെ പള്ളിയിലൊക്കെ മുമ്പം കോമഡി ആയിരുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ കൂട്ടുകാരായിരിക്കും ഇതുവരെ ക്രിസ്തുവായിട്ട് കയറി. മുഹമ്മദ് അൻഷാദ്, മുഹമ്മദ് റാസിഖ് എന്നിവരാണ് പിടിയിലായത്. അവരുടെ ശരീരത്തിൽ കടന്നു പിടിക്കുക, ഇടവഴിയിലായിരിക്കും ഈ പ്രതികൾ സാധാരണയായി നിൽക്കുന്നത്. രാത്രി സമയമായതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലപ്പോഴും ഭയന്നു പോകാറുണ്ട്. മാത്രമല്ല മാനക്കേട് ഭയന്ന് പല സ്ത്രീകളും പരാതി പറഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഈ രണ്ട് യുവാക്കൾ ഒരു സ്ത്രീയെ കടന്നു പിടിച്ചു. പൂനെയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു BJP MP. പൂനെയിലെ ഷെനിവാഡ ഫോർട്ടിൽ ഒരു കൂട്ടം വിശ്വാസികൾ നമസ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു MP, ഒരു BJP MP, മെമ്പർ ഓഫ് പാർലമെന്റ്, ജനങ്ങള് തെരഞ്ഞെടുക്കുന്ന വ്യക്തി. ആ MP-യുടെ പേര് രാജ്യസഭ MP ആണ്. മേധാ കുൽക്കർണിയാണ് ഇപ്പോൾ ഈ പണി ചെയ്തത്. അപ്പൊ ആ ജനങ്ങൾ അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ നിലവാരം ആലോചിക്കുക UP-യിലുള്ളത്. മനുഷ്യനിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം പശുവിന്റെ അപ്പി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തലച്ചോറ് നാളെ നോക്കിയാൽ പിന്നെ എന്ത് ചെയ്യാൻ? നിസ്കരിച്ചു പോയതിനു ശേഷം രണ്ട് കോമഡി മതങ്ങൾ ഒരു ഫ്രെയിമിൽ. അയ്യോ, അത് പറയുമ്പോ ക്രിസ്ത്യാനി ഇങ്ങോട്ട് കുലുങ്ങി ചിരിക്കല്ലേ. ക്രിസ്ത്യാനിക്കിട്ട് ഇങ്ങോട്ട് തരിഞ്ഞാൽ എന്നാ പിടിച്ചോ. ബിഫോർ മൂവിന്റെ കൂടിയ പല ആൾക്കാരും ചോദിക്കാറുണ്ട് വരുമാനം എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാർക്കറ്റ് ബൂട്ട്. ഇത് സെബി രജിസ്റ്റേർഡ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ പിന്നെ യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു. ഇതിൽ ഫോളോ ട്രെൻഡ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ഇത് മാർക്കറ്റിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ ക്ലിക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫോളോ ട്രെൻഡ് കൊടുത്തു, ട്രെൻഡ് പ്ലേസ് ചെയ്തു, അപ്പൊ തന്നെ സ്റ്റാർട്ട് ആയി. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റുള്ള ആപ്പുകൾ ഇതിന്റെ 3 ഇരട്ടി പൈസ ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ തന്നെയുണ്ട്. ഒരു നിശ്ചിത ലെവലിലേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് നഷ്ടമാവുന്നില്ല. അപ്പോൾ പ്രോഫിറ്റിന്റെ ഒപ്പം പോകാൻ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്യുവാണ്. എന്റെ ബുക്കിലെ പ്രോഫിറ്റ് ഓഫ് 1306 ഷോർട്ട് ടൈം പീരീഡ്. പീപ്പിൾ ഹാവ് ബുക്കിൽ 11,850 ഇൻ സിംഗിൾ ഡേ. കൊമോഡിറ്റി ട്രേഡ് ചെയ്യാം. സിൽവർ, ഗോൾഡ്, ക്രൂഡ് ഓയിൽ എന്നിങ്ങനെ രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ. അതുപോലെ തന്നെ മാർക്കറ്റ് ഫുൾ ഫ്രീ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഒരു ദിവസത്തെ മാത്രമാണ് 17,239 രൂപ, അതുപോലെ 30,512 രൂപ, അതുപോലെ 1 മുതൽ 70,468 രൂപ. ആൻഡ് കഴിഞ്ഞ വർഷത്തെ 5,03,940 രൂപ. ആൻഡ് ഇമ്പോർട്ടന്റ് പാർട്ട് ഈസ് 1 രൂപ അതിന് കമ്മീഷണൽ ലാഭമായിട്ട് എടുക്കുന്നില്ല. 99 രൂപ വൺ ടൈം ലൈഫ് ടൈം ഫീ പേയ്മെന്റോട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം 2 മില്യൺ ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നു. സോ മാർക്കറ്റ് വോൾഫിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. പോകാൻ ചെക്ക് ചെയ്ത്. ഞാനിതൊക്കെ മിത്താണെന്നാ വിചാരിച്ചിരുന്നത്. മിത്ത് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണ്. ബ്യൂട്ടി ആൻഡ് ഓറ ഓഫ് ക്രിസ്ത്യാനിറ്റി. വാവ്. ബ്യൂട്ടി ആൻഡ് ഓറ. നമുക്ക് കാണണ്ടേ ബ്യൂട്ടി ആൻഡ് ഓറ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ, ഇൻ കേരള. ഇതാണ് കാല് കഴുകൽ ശുശ്രൂഷ. ഭയങ്കര ഭക്തിയോടെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Send him out. Out house. Go away. Go away. എല്ലാ ക്രിസ്ത്യാനി അപരാധികളും ഒരു ഫ്രെയിമുണ്ട്. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. ഈ കാല് കഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് കർത്താവ് പണ്ട് കാല് കഴുകി ചുംബിച്ചോന്ന് പറയുന്നൊക്കെ ഉണ്ട്. ചുംബിച്ചായിട്ട് എവിടെയും പറയുന്നില്ല. അപ്പോൾ അതിന്റെ പ്രതീകമായിട്ട് ചെയ്യുന്നതാണ്.
കർത്താവിനെ അനുകരിച്ചതാ. ഇത്ര ക്ഷമാശീലനായ ഒരു കർത്താവിനെ അല്ല അച്ഛനെ അടുത്ത ആളെ കാണാം. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. കൊച്ചുവിനെ വിളിക്കാൻ സമയമാണല്ലേ? എനിക്കറിയാം നിങ്ങൾ കൊച്ചുവിനെ കുറെ. എന്തായാലും കൊച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പ്രത്യേക കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് മാത്രം വീഡിയോ കാണുക. 18 വയസ്സ് താഴെയുള്ള വീഡിയോ കാണാതിരിക്കുക. ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ വവ്വാലിന്റെ വേഷം ഇട്ടവൻ എന്നെ ഇപ്പൊ കാണിക്കുന്ന അവിടെ കിടന്ന്. കൊച്ചു കമോൺ. ഞാൻ ചെറുക്കാൻ ആ പുസ്തകം കാണിച്ചു തരാൻ വേണ്ടിയല്ല സൈഡിൽ നിന്നേ. എന്തുവാ ഇത്? വ്യക്തിവൈരാഗ്യം തീർക്കുന്നോ പള്ളിക്കകത്തിരുന്ന്? കള്ള അവരാധിയോസ്. ആ ഇതെന്താടാ കയ്യിലിന്ന് നേടാ മക്കളെ. ഫ്രീഡം ടു റിലീജിയൻ എന്ന് പറയുന്ന സാധനം ഭരണഘടനയിൽ കൊടുത്തപ്പോ അവന്മാരങ്ങോട്ട് കയറി മെയ്യുവാ. കൊച്ചുങ്ങളൊക്കെ സേഫ് തന്നെ, അതുകൊണ്ട് നീയൊക്കെ ജീവനോടെ ഇരിക്കുന്നു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിർവൃത്തി അണഞ്ഞ അനുഗ്രഹങ്ങൾ ചുരിയാൻ നിൽക്കുന്ന ഭഗവാന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യുന്നവർക്ക് വിവരമില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് കയ്യിലെടുക്കുന്ന അച്ഛനമ്മമാർക്കെങ്കിലും കുറച്ച് ബോധമോ വിവരമോ പേടിയോ വേണ്ടേ? ഇതൊന്നുമല്ല, തിളച്ച പാലെടുത്ത് കുഞ്ഞുങ്ങളുടെ മേത്തൊഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതിനകത്ത്. ഞാനത് കാണിക്കുന്നില്ല. തിളച്ച പാല് വിശ്വാസം എന്നാ പറയുന്നത്. എല്ലാ തൃക്കാകളെ ഞാൻ എന്റെ ചാനലിൽ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തോടെ $100 കൊടുത്തോളൂ, 500 അവന്. ക്യാമറയിലേക്ക് ഇടം കണ്ടിട്ട് നോക്കുക. ഹേ 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 ദിസ് ഈസ് ലേ ദേവി. ഇവളും ഞാനുമായി ഒരു ബന്ധവുമില്ല. മദ്യപാനൊന്നും MDMA അല്ല. മതം തലക്ക് പിടിച്ചാണല്ലോ. കഞ്ചാവൊന്നും ഒന്നുമല്ല. MDMA ഒക്കെ തട്ട് താണിരിക്കും. ഒരു മുസ്ലിം ചെറുക്കൻ അവന്റെ ഭാര്യയെ തല്ലുന്നു. ബ്യൂട്ടി ഓഫ് ഇസ്ലാം, വെരി പീസ്ഫുൾ പീപ്പിൾ. ഞാൻ പറയുന്നതല്ല, കമന്റ് ബോക്സ് പറയുന്നതാണ്. അപ്പൊ ഇവൻ എന്തിനാണ് തല്ലുന്നത്? ഒരാളുടെ മേത്ത് കൈവെക്കാൻ ഒരാൾക്ക് അവകാശം എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അള്ളാഹ് വിൽ ഡിസൈഡ് എന്നാണല്ലോ ഖുറാനും പഠിപ്പിക്കുന്നത്, അല്ലെ? നിങ്ങൾ മതം പഠിപ്പിക്കുന്ന വെച്ചിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അള്ളാഹ് വിൽ ഡിസൈഡ്, അള്ളാഹ് വിൽ ഗീവ് ദ ജഡ്ജ്മെന്റ്, റൈറ്റ്? നിങ്ങൾ ആരാണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ? അത് കാരണം നിങ്ങളെ കമന്റ് ബോക്സ് നോക്കൂ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിതൊക്കെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ആരും മാറാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മതത്തിനെ അടിച്ചമർത്തുകയാണ്. എല്ലാ മതക്കാരും ഇങ്ങനെ തന്നെ കുലുങ്ങി ചിരിക്കാൻ വരട്ടെ. അയ്യോ, ജപ്പാനിൽ ഏതോ ദൈവം എന്നാ കേട്ടത്. ഒന്ന് പരിചയപ്പെടണം പുള്ളിക്കാരന്. നെക്സ്റ്റ് പേഷ്യന്റ്. He is risen. He is fallen. ഉയർത്തെഴുന്നേൽപ്പ് കാണിച്ചതാ. ഉയർന്ന് താഴത്തേക്ക് പോയി. എന്താടാ ഇതൊക്കെ? ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയം. ആഹാ, അത് ഭയങ്കര വലിയ അപരാധമാണല്ലോ. ചെയ്യുന്ന ഈ ദേവാലയത്തിലാണ് 2013 വിശുദ്ധ കുർബാന മധ്യേ ഫാദർ തോമസ് പതിക്കൽ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം തെളിഞ്ഞു കണ്ടത്. അയ്യോ, കേൾക്കുമ്പോ തന്നെ ശരീരം കുളിര് കോരുന്നു. യേശുവേ, എനിക്കും ഈ ദേവാലയം സന്ദർശിക്കാൻ അവസരം തരണമേ. തുടർന്ന് വത്തിക്കാൻ നിർദ്ദേശപ്രകാരം പരിശോധനകൾ നടത്തിയ ശേഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. ഇതിൽ മനുഷ്യകരങ്ങളോ കൃത്രിമത്വമോ ഇല്ലെന്ന് അവിടെയും ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനിയും ചേർന്ന് ഈ അത്ഭുതത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ലോകത്ത് ഒരു ഓസ്തീര ഏതോ രൂപം വന്നെന്നും പറഞ്ഞ് അത്ഭുതം കാണിച്ചിരുന്നു. ഇതാണ് അത്ഭുതം. എന്തൊരു വലിയ അത്ഭുതമാണ് ഇതൊക്കെ. ഈ അത്ഭുതം കണ്ടിട്ടാണ് നീ കൈയടിക്കുന്നത്. ഇങ്ങനത്തെ ഊഞ്ഞാകളിയൻ അത്ഭുതങ്ങൾ മാത്രമേ, ഇത്ര നിലവാരമില്ലാത്ത അത്ഭുതം കാണിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ ഈ കർത്താവിന്.
ചോദിച്ചത് ന്യായമായ ചോദ്യമല്ലേ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് ഈ പാലസ്തീനിലെ പിള്ളേരുടെ കാര്യമൊക്കെ നടവിട്ടാകുന്ന പ്രശ്നം ഏത് വർഷം കഴിഞ്ഞ വഴിയിൽ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇസ്ലാം പറയുന്നു ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ചില കാര്യങ്ങൾ കൊണ്ട്. ഖൗഫ് ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, അംവാൽ അഥവാ സമ്പത്ത് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും, മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. അവൻ പറയുന്നത് കേട്ടോ, മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അവിടെ തൊട്ടിൽ കിടക്കുന്ന കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഇതിനില്ല, ദൈവത്തിന്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗത്തിലേക്കാണ്. അതായത് കുട്ടികൾ മരിക്കുന്നത് പോലും ഒരു സംശയവും വേണ്ട ഇതിനില്ല, ദൈവത്തിന്റെ അനുമതി പ്രകാരം ആ കുട്ടി സ്വർഗത്തിലേക്കാണ്. പിന്നെ എന്തിനാണ് ഇവറ്റകൾ പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ പട്ടി മോങ്ങുന്നവരെ മോങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പശുവിന്റെ അപ്പി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞ് ചെയ്യുന്നതാണെങ്കിൽ അതെനിക്ക് അറിയാൻ വളർത്തുന്നില്ല, പറഞ്ഞു തന്നെ. ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ലക്ഷ്യമില്ല. രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമായി പറയുന്നത്. ഒന്ന്, തന്നെ സൃഷ്ടിച്ച പടച്ചവൻ ആരാധിക്കുക. മറ്റൊന്ന്, അവൻ സംവിധാനിച്ച പരീക്ഷണത്തിൽ വിജയിക്കുക. അതിനുവേണ്ടി മാത്രം നൽകി. അതുപോലെ തന്നെ ഈ പാലസ്തീനിലെ കാര്യത്തിൽ കർത്താവിന് കൂടെ നടപടായിരുന്നു. ഈ പറയുന്ന ഓസിയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണിക്കുന്ന സമയത്ത്, ഇത്ര ഞഞ്ഞാഴിഞ്ഞ ഊഞ്ഞാകളിയാൻ അത്ഭുതം കാണിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കേൾക്കുമ്പോൾ കുളിര് തോന്നുന്ന കുറച്ച് അത്ഭുതങ്ങൾ കാണിക്കൂ പ്ലീസ്. ഇങ്ങനെ ഒരു അത്ഭുതം നടത്തിയിട്ട് ആർക്ക് എന്ത് ഗുണമാണുള്ളത്? ഈ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ ഫോട്ടോയിൽ തെളിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞ സാധനം അയ്യോ കുട്ടി സ്വർഗത്തിലേക്ക്. അടുത്ത നോക്കട്ടെ. ഈ ഏപ്രിൽ ഫൂൾ ഒന്നും നമ്മൾ മുസ്ലിംസിന് യോജിക്കുന്ന സംഗതി അല്ല കേട്ടാ. ശരിക്കും ആലോചിച്ച് നോക്കിയാ, റസൂല പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. എന്തൊരു തോൽവിയോടായവന്മാര് ഇതെല്ലാം വിട്ടിട്ട് ഖുർആനോ സുന്നത്തും നമ്മളെ ബേസെല്ലാം വിട്ടിട്ട് നമ്മളെ ഏതോ ഒരു റാൻഡം മനുഷ്യൻ പറഞ്ഞു ഏപ്രിൽ 1 അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കളവ് പറഞ്ഞു പറ്റിക്കണം, അതൊരു ദിവസമാക്കി ഏപ്രിൽ ഫൂൾസ്. ശരിക്കും ഏപ്രിൽ ഫൂൾ അല്ല, നീയാണ് ശരിക്കും ഫൂൾ. എന്നിട്ട് നമ്മളിങ്ങനെ ഇത് ഫോളോ ചെയ്യാം. ഇതായിട്ട് നമ്മൾ എത്തിക്കുന്നതെന്ന് ആലോചിക്കുക. ഇത്രയും മനുഷ്യന്മാർ ഇത്രയും പൊട്ടന്മാരാവുന്ന എങ്ങനെയാ? ഇസ്ലാമിൽ അത്രയും വിലയ്ക്കുക കളവ് പറയാ എന്നുള്ളൊരു സംഗതി അല്ല ഒഴിവാക്കി, അതല്ല അടക്കട്ടെ. ബ്രോ ചിൽ ബ്രോ, ജസ്റ്റ് ഒരു ദിവസം മാത്രമാണ് ഏപ്രിൽ ഫൂള്. അതിലിപ്പോ ഒരു ഈ മതവും പറഞ്ഞ് ഏപ്രിൽ 1 ഏതോ ഒരാൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കണം. നമ്മൾ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞിട്ട് സേടന്മാരെ പോലെ ഇങ്ങനെ നടക്കുക. എന്താ അവസ്ഥ? ഇവനെയൊക്കെ എന്നെ പറഞ്ഞു അല്ലേ? അടുത്ത നോക്കാം. അതിലൊന്നും പെടാണ്ട് കുറച്ച് പേരുള്ള ഹിന്ദു ആണുങ്ങൾക്ക് തരാൻ വരൂ. പ്രീ വെഡിങ് ഷൂട്ട് അറ്റ് കർണാടക ടെമ്പിൾ ടേൺസ് വയലന്റ്. ಮಾಡ್ತಾ ಇದೀನಿ ಸರ್, ಮಾಡ್ತಾ ಇದೀವಿ. ವಿಡಿಯೋ ಮಾಡ್ಕೊಂಡಿದೀವಿ, ಬಿಡಿ ಆಯ್ತು ಸರ್. ഒരു കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയതിന് അവരെന്ത് തെറ്റാ ചെയ്തേ? ഒരു കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്പലത്തിൽ വന്നതാണ് അവർ ചെയ്ത തെറ്റ്. അതായത് വെഡിങ് ഷൂട്ട്, അതായത് ഫോട്ടോഗ്രാഫി, ക്യാമറ ഒന്നും അമ്പലത്തിൽ പാടില്ല. ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് കോപം വരും. പക്ഷെ അമ്പലത്തിൽ കയറി അവർ തല്ലി ചതയ്ക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ദൈവം പറയും ആയിക്കോട്ടെ. സൂപ്പർ ദൈവം. കർണാടക ഈസ് ടേണിംഗ് ഇൻ UP or South അൺഫോർച്ചുനേറ്റ്ലി. കുറച്ച് മുമ്പ് നമ്മൾ UP MP നമ്മൾ പരിചയപ്പെട്ടല്ലോ. അയ്യോ, നീ എന്തെല്ലാം പരിചയപ്പെടാൻ കിടക്കുന്നു. വീഡിയോ വാസ് ഓതന്റിക്. അടുത്ത നോക്കട്ടെ. അതായത് നോമ്പിന്റെ സമയത്ത് ഭയങ്കര വിശ്വാസം, നോമ്പ് കഴിയുമ്പോഴേക്കും എന്തൊക്കെ ഒഴിവാക്കിയോ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി അക്രമങ്ങൾ. നാഴികയ്ക്ക് 40 തൊട്ട് എല്ലാം ഹറാമെന്ന് പറയുന്നവർക്ക് ചില കാര്യങ്ങളൊന്നും ഹറാമല്ല. ഏത് അവന്മാരുടെ ഇഷ്ടങ്ങൾക്കുള്ള. ഡയറക്ടർ ബ്ലസ്സിയുടെ മകൻ അത് തിന്ന് തിരുവല്ല മാർത്തോമ പള്ളിയിൽ വെച്ച് അമൃതയെ താലി ചാർത്തി. ഈ കല്യാണം നടക്കുന്നത് നോമ്പ് സമയത്താണെന്നാണ് കമന്റ് ബോക്സ് നോക്കിയപ്പോൾ മനസ്സിലായത്. നോമ്പ് സമയത്ത് സാധാരണ കല്യാണം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ കമന്റ് ബോക്സ് പറയുന്നത്. അതായത് പൈസയുള്ളവന് ചിക്കിലിയോ ചിക്കിലി മനസ്സിലായില്ലേ? പൈസയുള്ളവന് മുൻതൂക്കമുണ്ട്. സിമ്പിൾ. തൊപ്പി ഞമ്മക്ക് സുന്നത്ത, ഹെൽമെറ്റ് നമുക്ക് ഫർല. പള്ളിയേക്കാണ് അസറസ്കെച്ചാൻ പോയിക്കാറ്. ഹെൽമെറ്റ് ഇല്ലല്ലോ, തൊപ്പി നമുക്ക് സുന്നത്തുള്ളൂ, ഹെൽമെറ്റ് ഫർലായ കാര്യം. ഫർലാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം എനിക്കറിയില്ല കേട്ടോ.
എന്താണേലും ഈ പോലീസുകാരൻ ഒരു മുസ്ലിം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കമന്റ് ബോക്സിൽ നിന്ന്. സ്വന്തം മതത്തിലുള്ളത് തന്നെ തമ്മിൽ തൂക്കി വിടുന്നുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് സുന്നത്തുള്ളൂ, ഹെൽമെറ്റ് ഫർലായ കാര്യം. രോഗശാന്തി ശുശ്രൂഷയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റൂ. രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. ഏതൊക്കെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും? ഒരു ലിമിറ്റുമില്ല, എല്ലാ രോഗവും. അങ്ങനെ പിന്നെ ആശുപത്രികൾ വേണോ? ആശുപത്രികളും വേണം. ആശുപത്രികളും നിങ്ങൾ ജീവിച്ച് ഭേദമായില്ലെങ്കിൽ അവിടെ കൊണ്ടുവിടാൻ? അങ്ങനല്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിടെ രോഗസൗഖ്യം ഉണ്ടോ? അതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിന്റെ അടുത്ത് പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പാകിസ്ഥാനും ചോദിച്ചൊരു ചോദ്യം, കോവിഡ് കാലത്ത് നിങ്ങൾ എങ്ങോട്ട് പോയിരുന്നു? കോവിഡ് കാലത്തോ? കോവിഡ് ആരാ വരുത്തിയത്? ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ദൈവം അയച്ചതാണെങ്കിലോ? കോവിഡ് കാലത്ത് എന്റെ മകൾ വിദേശത്തായിരുന്നു. കോവിഡ് വന്ന് അവള് ശ്വാസം പിടിച്ച് മരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ആ സമയത്ത് ഞാനും എന്റെ വൈഫും കൂടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആ UK പ്രദേശത്തായിരിക്കുന്നു. യേശുവിനെ രോഗം ഉണ്ടാക്കി യേശുവിനെ മാറ്റി. കിടിലൻ ദൈവം. അതുകൊണ്ട് കോവിഡിന്റെ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അനേക വിഷയങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക്, മരണത്തോടെ മല്ലടിച്ചവർക്ക് വിടുതലുണ്ടായി. ഇല്ലിറ്ററസി അറ്റ് പീക്ക്. മാഡത്തിനും കോവിഡ് വന്നു. മാഡം ഒന്ന് പറയൂ. കോവിഡ് വന്ന് പ്രാർത്ഥിച്ചോ? ആശുപത്രി പിന്നെ എങ്ങനെ അസുഖം ഭേദമായി? ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഒരു മാറി. അതിനെ ഞങ്ങൾ എതിർത്തിട്ടില്ലല്ലോ. ഇതിന്റെ കമന്റ് ബോക്സിൽ പോലും എന്തൊരു നിലവാരം ആലോചിക്കണേ. രോഗശാന്തി നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. അതായത് രോഗശാന്തി വേണം, ദൈവവചനം ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്നവരെ ഇതുപോലുള്ള വർഗീയ വിഷങ്ങൾക്ക്, ഇതുപോലുള്ള വിഷവിത്തുകൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്പേസ് കൊടുക്കാതിരുന്ന ഒരുപാട് വർഗീയത ഒതുങ്ങുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇതുപോലത്തെ ഒരു വിഷം പിടിച്ച സ്ത്രീയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്ത് ചെയ്താലും പുറത്തു കൊടുക്കുന്ന ഒരു ദൈവം, ദൈവത്തിന് പകരം വേറൊരു ദൈവത്തിനെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രം പുറത്തു കൊടുക്കുക. അപ്പൊ കൊലപാതകം ചെയ്താൽ ഈ ദൈവം പുറത്തു കൊടുക്കുമെന്നാണോ ഇവർ ഉദ്ദേശിച്ചത്? ഇൻസ്റ്റാഗ്രാം ദൈവം അലോഡ് ചെയ്ത കാര്യമാണ്. എന്റെ അറിവിൽ ഞമ്മക്ക് ക്യാമറ ഹറാമാണ് പുള്ളി. ആ ക്യാമറയിൽ വന്നിരുന്നുകൊണ്ടാണ് കൊണയടിക്കുന്നത്. സഹോദരിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നുണ്ട് വർഗീയവാദി, വർഗീയ വിഷം, വർഗീയത എന്നൊക്കെ അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ പോകുന്നത്? ഇനി നിങ്ങളുടെ മതത്തിലുള്ള ആള് തന്നെ വേറെ അമ്പലത്തിലോ അവിടെ ഇവിടെ കറങ്ങാൻ പോയി നിങ്ങൾക്ക് എന്താണ് സങ്കടം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ അള്ളാഹ് വിൽ ഡിസൈഡ് അതെ ഫൈനൽ ജഡ്ജ്മെന്റിൽ. ശരിക്കും ഈ ഒരു ടേം ഇപ്പോഴും കിടക്കുന്നോണ്ടാണ് ജെൻസി പിള്ളേർ ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്. കാരണം നമുക്ക് ജാതിയും മതമൊന്നും ഇല്ല സർ. ആ തട്ടെങ്കിലും ഊരിയിട്ട് പറയായിരുന്നു ഈ നാട്ടിൽ മതവും ജാതി ഇല്ലാന്ന്. ഒരു മതപരമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിട്ട് ഈ കുട്ടി പറയുകയാണ് ഈ നാട്ടിൽ മതവും ജാതി ഇല്ലാന്ന്. ഈ നാട്ടിൽ ജാതീയത ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാല്. മതമുണ്ട്, ഞാനും പറയും മതമുണ്ട്, പക്ഷെ ജാതി ഇല്ല. മുസ്ലിം നമുക്ക് ജാതിയും മതമൊന്നും ഇല്ല സർ. ഒരു മതവും അവരുടെ സ്ത്രീകളെ അടിച്ചമർത്തുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ജാൻസി റാണി വരത്തില്ലായിരുന്നു. മുസ്ലിംസിന്റെ ഇടയിലും ജാതീയതയുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടന്നത് എന്തിന്റെ പേരിലാണ്? മതത്തിന്റെ പേരിലാണ്. സ്ത്രീകൾ അധികം പഠിക്കാൻ പാടില്ല എന്നുള്ള മതപരമായിട്ടുള്ള അടിച്ചമർത്തലിന്റെ പേരിലാണ് പലപ്പോഴും ഇവിടെ ശൈശവ വിവാഹം നടന്നിട്ടുള്ളത്. ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് വോട്ട് ചോദിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ് മതങ്ങൾ സ്ത്രീകൾ അടിച്ചമർത്തുന്നില്ല എന്ന്. ഉണ്ട്, മതങ്ങൾ സ്ത്രീകൾ അടിച്ചമർത്തുന്നുണ്ട്. ഇവര് പറയുന്ന കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ പറയുന്ന പണ്ഡിതന്മാർ ഇതോടെ പുറത്തു വന്നിരിക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അത് കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കണ്ട. എഞ്ചോടി പഞ്ചവടി പുന്നമട കഴിവറുകളും അഖില ലോകത്ത് അഖില പുണ്ടച്ചി 1000 കരച്ചാൻ കരിവാറ കഴിവറി. അടിപൊളി. ഏതോ ദൈവമാണ് അങ്ങനെ ഓർത്തില്. കോലരാടി കരിമര പാനങ്കൂർ കഴിവറ മോളെ. ദൈവന്മാരുടെ ഒക്കെ കുണ്ടിയിലാണോ ബ്രെയിൻ? സൗകര്യമുള്ള ഉറിയൂഞ്ചി കഴിവറുടെ മക്കളൊക്കെ നന്നായാ മതി. റിയൽ നോർത്ത് ഇന്ത്യൻ സ്റ്റോറി. ദൈവന്മാരെക്കാളും ബുദ്ധിയുണ്ടല്ലോ ഇവിടുത്തെ മൃഗങ്ങൾക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ? കുലുങ്ങി ചിരിക്കാൻ തോന്നുന്നുണ്ടോ? സ്വന്തം മതം എത്രയോ ഭേദമാണ്, അതിൽ ഞാൻ അഭിമാനിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടോ?
ഊക്ക് തരാം. അഖില ലോക വെടി വെഞ്ചാമര കഴിവ്. സന്തോഷമായല്ലോ അല്ലേ? ക്രിസ്ത്യാനി ആണുങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കരയും, മുസ്ലിം പപ്പടം ആണുങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കരയും. ഇന്ത്യ മാത്രം മതേതര രാഷ്ട്രമാണെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ, മുസ്ലിം കൺട്രി മാത്രം ഇസ്ലാമിന്റെ ആണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ആണുങ്ങൾ, അമേരിക്ക, US, ന്യൂയോർക്ക്, അങ്ങനെയുള്ള UK പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ക്രിസ്ത്യാനികളുടെ ആണെന്ന് മാത്രം വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ ആണുങ്ങൾ, പ്ലീസ് കം. 1:30 മണിയാവറായി. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ കുറെ കൽപ്പന്മാർ വരും വസ്ത്രധാരണ കൊണ്ടാണ് ഇമാതിരി തെണ്ടിത്തരം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറെ കൽപ്പന്മാർ ഇറങ്ങാനുണ്ട്. ചിലമാർക്കൊക്കെ നല്ല കുരുപൊട്ടാൻ പോകുന്നേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ചിട്ട്. കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എന്റെ വസ്ത്രം. ഈ വസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി സെറ്റത്തര അയാൾ ചെയ്തത്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തെളിവോട് കൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ കാണും. ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. കുറെ പേര് കഷ്ടപ്പെട്ടിരുന്ന എന്റെ വീഡിയോ ഒക്കെ റിപ്പോർട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഒക്കുന്നില്ല. എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. ഈ ചാനൽ അടിച്ചു പോയാൽ നമ്മൾ പുതിയ ചാനൽ ജോക്കുട്ടന്റെ പേരിൽ ഉണ്ടാക്കുന്നതായിരിക്കും. എന്റെ ബാക്കപ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്ക്. ആവശ്യം വരും നിങ്ങൾക്ക്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ മാർക്കറ്റ് വോൾഫിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. പോകാൻ ചെക്ക് ചെയ്തത് ഗൈസ്. നമ്മുടെ ത്രികോണ ഊക്ക് റിയാക്ഷനിൽ ഞാനെന്തിനാണ് ഈ കുട്ടിയുടെ വീഡിയോ കാണിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വിശ്വാസം എന്ന് പറയുന്ന ഒരു മോശം കാര്യമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഞാൻ ആരിലും കെട്ടിവെക്കാറില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ നമ്മളൊരു ബസ്സിൽ പോകുന്നു. ഞാൻ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. കുറച്ച് എനിക്ക് ഫിറ്റ്നസ് ഉണ്ട്, കോർ ഫിറ്റ്നസ് ഉണ്ട്. എത്ര പൊങ്ങിയാലും ഞാൻ ആടാതെ നിൽക്കാൻ എനിക്ക് പറ്റും. അതുപോലെ ബസ് ഒരു വളവ് വളഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ബാലൻസ് ഒക്കെ ചെയ്ത് നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് ബസ്സിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പിയിൽ പിടിച്ച് നിൽക്കുന്ന എന്റെ അപ്പനോടും അമ്മയോടും ആ പിടിവിടാൻ പറയേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. എനിക്കത് പറ്റും, പക്ഷെ അവർക്കത് പറ്റാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഇതിൽ പിടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോ പിടിച്ചു നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അതേ അപ്പനും അമ്മയും ആ പിടിച്ചു നിൽക്കുന്ന കമ്പി ഊരി ആ ബസ്സിലിരിക്കുന്ന നാട്ടുകാരെ തല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും പിടിവിടാം.